പരിശുദ്ധമായ പരിപാവനമായ റബീഉൽ അവ്വൽ മാസം വിട പറഞ്ഞ് റബീഉൽ ആഖിർ മാസത്തിലേക്ക് കടക്കുന്ന ഈ സുന്ദരമായ സമയത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി നമ്മളൊക്കെ ഓതാറുള്ളവരാണ്. ആയത്തുൽ കുർസി ഒരു 7 വട്ടം ഇനി പറയുന്ന രൂപത്തിൽ, നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്ന ആ ഒരു രൂപത്തിലും ആ ഒരു കോലത്തിലും നിങ്ങൾ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതം മാറി മറിയും. ജീവിതം വലിയ സെറ്റപ്പിലേക്ക് എത്തും. എല്ലാവിധ നന്മകളും അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. ആയത്തുൽ കുർസി നമ്മൾ ഓതുന്നവരാണ്, പക്ഷെ ഓതുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. ആ അബദ്ധങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ആയത്തുൽ കുർസി ഓതാം, എന്താണ് ആയത്തുൽ കുർസി, അതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് ഓതേണ്ടത്, ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന 7 വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അവസാനം വരെ കാണാൻ മറക്കരുത്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. ഇന്നത്തെ ദിവസം, ഈ വെള്ളിയാഴ്ച, ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. ഒപ്പം വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠത, വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശമാണ്. ബാക്കി വക്കത്തുകൾക്കൊന്നും പള്ളി പോവാത്ത, അല്ലെങ്കിൽ ബാക്കി ദിവസങ്ങളിൽ പള്ളി പോവാത്ത ആളുകൾ പോലും ജുമഅക്ക് വേണ്ടി പള്ളിയിൽ പോകുന്നു. എന്താണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത? അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്താണ്? നമുക്കൊന്ന് കേട്ടാലോ ആ കാര്യങ്ങളൊക്കെ? ഇൻഷാ അല്ലാഹ് അവസാനം വരെ വീഡിയോ കാണാൻ മറക്കല്ലേ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വിട പറഞ്ഞ് റബീഉൽ ആഖിർ മാസം നമ്മളിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ, പവിത്രമായ, ശ്രേഷ്ഠതയേറിയ ഈ ഒരു സമയത്ത്, ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരല്പം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഇന്നലെ 29 ആയിരുന്നു. ഇന്നലെ മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു എന്ന വാർത്ത വിശ്വാസയോഗ്യമായ നിലയിൽ നമുക്ക് വാർത്ത കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ റബീഉൽ അവ്വൽ 30 പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് മഗ്‌രിബോട് കൂടി റബീഉൽ ആഖിർ 1-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നാളെ റബീഉൽ ആഖിർ 1-ആണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 5 വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടൽ പതിവില്ലാത്തതാണ്. 4 വെള്ളിയാഴ്ചയാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. ഇത് 5-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അല്പം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും ജുമുഅ ദിവസത്തിലാണ്, വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ജുമുഅ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഓരോ ദിവസത്തിനും ഓരോ പേരാണല്ലോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ജുമുഅ ദിനം, യൗമുൽ ജുമുഅ എന്ന് പേര് വരാനുള്ള കാരണം, ജുമുഅ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരുമിച്ച് കൂട്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നത് എന്നാണ്. ഒരുമിച്ച് കൂടുന്നത്. ജമാഅത്ത് നിസ്കാരം എന്ന് പറയൂലേ, എന്ന് പറഞ്ഞാൽ എന്താ? 2-ൽ കൂടുതൽ ആളുകൾ ഉള്ളവർക്കാണ് ഈ ജമാഅത്ത് നിസ്കാരം എന്ന് പറയുക. അപ്പോൾ ജമാഅത്ത്, ഒരു സംഘം, ഇപ്പോൾ നമ്മുടെ എറണാകുളം സെൻട്രൽ മുസ്ലിം ജമാഅത്ത്, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത്, അല്ലെങ്കിൽ പട്ടാമ്പി മുസ്ലിം ജമാഅത്ത്, അങ്ങനെ നമ്മളെ മുസ്ലിം ജമാഅത്ത്, അതായത് സംഘമായി നിൽക്കുക, കൂട്ടമായി നിൽക്കുക, ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് ജുമുഅ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മറ്റ് സാധാരണ ദിവസങ്ങളിൽ ഇല്ലാത്ത പല അമലുകളും ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ, നിസ്കാരം, പ്രത്യേകിച്ച് ജുമാ നിസ്കാരം, അതുപോലെ ഖുതുബ, ഖുർആൻ പാരായണം മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതലായി, അതുപോലെ ഇഅ്തികാഫ്, അല്ലേ? നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഒരുപാട് പേര് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതുപോലെ സ്വതക്കകൾ, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാകും, അവർക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുന്നു. പിന്നെ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ പരസ്പരം കാണുന്നു,
അതുപോലെ പരസ്പരം കൈപിടിക്കുന്നു, പരസ്പരം സലാം പറയുന്നു, അതുപോലെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുന്നു, ഒരുപാട് സ്വലാത്ത് പറയുന്നു, ഒരുപാട് ദിക്റുകൾ പറയുന്നു, ഒരുപാട് തസ്ബീഹുകൾ പറയുന്നു, കൂട്ടമായിരുന്നു ദുആ രക്കുന്നു. ഇതൊക്കെ മറ്റ് ദിവസങ്ങളിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് ജുമുഅ എന്ന ഒരു വാക്കാണ് ഈ ദിവസത്തിന് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. എത്രത്തോളം നമുക്ക് ചെറിയ പെരുന്നാളുണ്ട്, വലിയ പെരുന്നാളുണ്ട്. ആ ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും അതിശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാനുള്ളത്, നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള വിശുദ്ധമായ ഖുർആനിലെ അഫ്ളലു മാ ഫിൽ ഖുർആൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്തായ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി, അയ്യേ ഉസ്താദ് ഞങ്ങൾക്ക് ആയത്തുൽ കുർസിയൊക്കെ അറിയാം. പക്ഷേ ആയത്തുൽ കുർസി ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്ന രൂപത്തിൽ ഒരു 7 വട്ടം ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം. ജീവിതം മാറിമറിയും. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഒരൊറ്റ നിമിഷം മതിയാകും. വിശുദ്ധമായ ഖുർആനിലെ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള എന്ന് മാത്രമല്ല സയ്യിദുൽ ആയ എന്നാണ്, ഖുർആനിലെ ആയത്തുകളുടെ നേതാവ് എന്ന് പോലും നമുക്ക് പരിചയപ്പെടുത്തി തന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ 1000-ലധികം ഇസ്മുകളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകളിൽ ഏകദേശം 18ഓളം പേരുകൾ അള്ളാഹു തആല ഈ ആയത്തുൽ കുർസിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇസ്മുൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഉന്നതമായ പേര്, അത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ആ ഇസ്മുൽ അഅ്ളം പോലും നമുക്ക് ഈ ആയത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആയത്തുൽ കുർസി എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഈ ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 7 വട്ടം, കുറെയൊന്നും പറയുന്നില്ല, 7 വട്ടം നിങ്ങൾ ഇനി പറയുന്ന രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായമുണ്ടാകും. മിന്നൽ വേഗത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. മല പോലെ വരുന്ന പ്രതിസന്ധികൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും. ഒരുപാട് പേര് കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഒരുപാട് പേര് പ്രതിസന്ധിയിലായിട്ടുണ്ട്. അല്ല, സിഹിറിലാണ്, കണ്ണേറിലാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവരുണ്ട്. എല്ലാത്തിനും പരിഹാരം ആയത്തുൽ കുർസി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഈ ആയത്തുൽ കുർസി, അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നോദിയാൽ ആയത്തുൽ കുർസി എല്ലാവരും നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യായ ഖയ്യൂമായ അല്ലാഹ്, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. ഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ഖയ്യൂമായ എല്ലാം നിയന്ത്രിക്കുന്നവനായ റബ്ബേ. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹുവേ, അല്ലാഹുവിന് തൂങ്ങിയ ഉറക്കമില്ല, ഒരു മയക്കമില്ല, ഉറക്കം വരുന്നൊരവസ്ഥയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അല്ലാഹുവേ നിനക്കുള്ളതാണ്. ആകാശവും ഭൂമിയും ഒക്കെ നിന്റേതാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം നിന്റേതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിൻ്റെ സമ്മതം കൂടാതെ ആരാണടോ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ളത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നവനാണ്.
അള്ളാഹുവിന്റെ അറിവുകളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ സിംഹാസനം അത് ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അള്ളാഹുവെ പടച്ചവനെ, ആകാശവും ഭൂമിയെല്ലാം സംരക്ഷിക്കാൻ അവനിക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിനൊരു ഭാരവുമില്ല. അവൻ അല്ലാഹു തആല അത്യുന്നതനാണ്, അവൻ മഹാനുമാൻ. ഇതാണ് ആയത്തുൽ കുർസിയുടെ അർത്ഥം. നമ്മളൊക്കെ സ്ഥിരമായി ആയത്തുൽ കുർസി ഓതാറുള്ളവരാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ഈ ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ മനഃപ്പാഠമാക്കിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അവനൊരു സ്വാലിഹായ മനുഷ്യനാകും, നല്ലവനായി മാറുമെന്നാണ്. സ്വഭാവം നന്നാകും, അവൻ്റെ സാമ്പത്തികം നന്നാകും, അവൻ്റെ കുടുംബം നന്നാകും. അതിങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ, നല്ല മനസ്സോടുകൂടി ഓതിയാൽ കണ്ണേറ് തട്ടൂല, അതുപോലെ വസുവാസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവൂല. നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും വസുവാസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പിശാചുണ്ട്, ഒരു ശൈത്വാനുണ്ട്. ആ ശൈത്വാനിനെ അല്ലാഹു തആല കരിച്ചു കളയുമെന്നാണ് ഈ ആയത്തുൽ കുർസി നമ്മൾ പതിവായി എന്നും മുടങ്ങാതെ ഓതിയാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ വസുവാസ് ഉണ്ടാക്കുന്ന പിശാചിന്റെ ഷർറിനെ തൊട്ട് അല്ലാഹു കാക്കും. അവൻ അല്ലാഹു കരിച്ചു കളയുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെയോ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത്, അവൻ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, അത് കച്ചവടത്തിനാവട്ടെ, ബിസിനസ്സിനാവട്ടെ, അല്ലെങ്കിൽ അവൻ ഒരു കല്യാണത്തിന് പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാവട്ടെ, അവൻ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അവൻ്റെ സംരക്ഷണത്തിനായി അവൻ്റെ വീട്ടിലും അവനിലും അവൻ്റെ ചുറ്റുപാടും ഉണ്ടാകുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. വീട്ടിലേക്ക് കയറുമ്പോൾ, വാഹനത്തിലേക്ക് കയറുമ്പോൾ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ എന്ത് ആയത്തുൽ കുർസി ഓതിയാൽ അവിടെ ഐശ്വര്യമുണ്ടാകും, സമ്പത്ത് അധികരിക്കും, കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. ഒരു മനുഷ്യൻ വുദു എടുത്തതിന് ശേഷം അവൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അല്ലാഹു തആല അവൻ്റെ 70 പദവികൾ, ദറജകൾ ഉയർത്തുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആയത്തുൽ കുർസിയുടെ അതിശ്രേഷ്ഠതകൾ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ 4 ശ്രേഷ്ഠതകളാണ് പറഞ്ഞത്, 4 മഹത്വങ്ങൾ പറഞ്ഞു. ഇനി 5-മത്തേത്, ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം, ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, അല്ലാഹുവേ പടച്ച റബ്ബേ, സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണമല്ലാതെ വേറെ ഒരു മറയുമില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് ഭൂരിഭാഗവും പിശാചിന്റെ ഷർറിൽ നിന്നാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 30 ശൈത്താന്മാർ അവന്റെ വീടിനെ തൊട്ട് ഓടി ഒളിക്കുന്നതാണ്. 6-മതായി കാണുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ സംരക്ഷണം ഏർപ്പെടുത്താൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ്. അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ ആ മലക്കിന്റെ ദുആയും ദിക്റും ആ മലക്കിന്റെ സംരക്ഷണവും അവനിക്കുണ്ടാകുന്നതാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കിതാബുകളിൽ കാണാം. 7-മത്തെ ഒരു പ്രത്യേകത കൂടി ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാം. 7-മത്, ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങൾ മാറാനും മുറാദുകൾ ഹാസിലാവാനും ആവശ്യങ്ങൾ വീട്ടിക്കെട്ടാനും ഒരു മനുഷ്യൻ 4 റക്അത്ത് നമസ്കരിക്കുന്നു. പകലിലോ രാത്രിയിലോ ആയിട്ട് 4 റക്അത്ത് അവൻ നമസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കാരം. ആ 4 റക്അത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? 4 റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് 10 പ്രാവശ്യം വീതം ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ 4 റക്അത്തിൽ കൂടി 40 വട്ടം ആയത്തുൽ കുർസിയാകും അല്ലേ? ആദ്യത്തെ റക്അത്തിൽ അവൻ എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ ഓതി 10 വട്ടം ആയത്തുൽ കുർസി ഓതി. 2-മത്തെ റക്അത്തിലും 10 പ്രാവശ്യം, 3-മത്തേലും 10, 4-മത്തേലും 10. അപ്പോൾ 40 പ്രാവശ്യം അവൻ ആയത്തുൽ കുർസി ഓതി 4 റക്അത്ത് നിസ്കാരത്തിൽ. വെറുതെ മുത്തലക്കൻ 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു, അങ്ങനെ ഒരു നിയ്യത്ത്. എന്നിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടുക, ഫാത്തിഹ ഓതുക, 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക, 4 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു 10 പ്രാവശ്യം കൂടി. അപ്പോൾ മൊത്തം 50ആയി.
ഒരു 10 പ്രാവശ്യം കൂടി ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് അവൻ നല്ല രൂപത്തിൽ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറി അവൻ്റെ ജീവിതത്തിൽ എന്താണോ ഖൈറുള്ളത് ആ ഖൈർ അല്ലാഹു തആല അടുപ്പിച്ചു തരുമെന്നാണ്. ഇപ്പോൾ ഈ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ജോലി പലതും വരുന്നുണ്ട്, ഒരു ഖൈറായ ജോലി കിട്ടാൻ. അതുപോലെ തന്നെ ശമ്പളം മുടങ്ങി കിടക്കുന്നു, അതൊക്കെ കിട്ടാൻ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതൊക്കെ മാറി ഇൻഷാ അല്ലാഹ് വലിയ ഖൈറുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹു എൻ്റെ മനസ്സിലെ മുറാദുകളൊക്കെ ഹാസിലാവണം, എൻ്റെ പ്രയാസങ്ങൾ മാറണം, എൻ്റെ പ്രതിസന്ധികൾ മാറണം, എനിക്ക് നല്ല സമ്പത്തുണ്ടാവണം, എനിക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല മുറാദുകൾ വെച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചുരുങ്ങുന്നൊരു 7 വട്ടമെങ്കിലും ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കിൻ. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട എല്ലാ നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ പടച്ചവനെ, പരിശുദ്ധമായ പരിപാവനമായ സുന്ദരമായ ഈ ആയത്തുൽ കുർസിയെ ഞങ്ങൾക്ക് ഒരുപാട് വട്ടം ആവർത്തിച്ച് ഓതാനുള്ള വലിയ തൗഫീക്ക് നീ തരണേ അല്ലാ. ആയത്തുൽ കുർസി ഓതുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹുവെ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, നിന്റെ മുത്ത് റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അത് മുഴുവനും ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ആയത്തുൽ കുർസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു ഹാസുലാക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.